കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ മഹാദേവൻ തങ്കച്ചിയും കൂടെ ചേർന്ന് തങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുകയാണ്. അപ്പൊ ശങ്കറിനെയും ഗൗരിനെ എങ്ങനെയാലും തെറ്റിക്കണം. അതിനു വേണ്ടിയിട്ട് മഹാദേവൻ ഗൗരിയോട് ചോദിക്കണം, അല്ല ഗൗരി, നിനക്കെതിരായിട്ട് അവനെക്കുറിച്ചുള്ള ആ കാര്യം വിടാറായില്ലേ, ആ ധ്രുവനെ കുറിച്ച്? ഇപ്പോഴും ധ്രുവം മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാനാണോ നിനക്ക് താല്പര്യം ചോദിക്കുകയാണ്. ഇത് കേട്ടത് ഗൗരി ഒന്ന് ഞെട്ടി. ഗൗരി മാത്രമല്ല, ശങ്കറും അച്ഛനോട് ആരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ, ധ്രുവന്റെ കാര്യങ്ങളൊക്കെ? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ധ്രുവന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ രണ്ടും വഴക്കിട്ട കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു പറയാം. ആരാ പറഞ്ഞ? ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ അതൊക്കെ പറയാനായിട്ട്. ഞങ്ങൾ അറിഞ്ഞാന്ന് പറയണം. പെട്ടെന്ന് കമലയുടെ മുഖം ഗൗരിയുടെ മനസ്സിൽ ഓർമ്മ വന്നേ. കമലയിടത്തിയോട് ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഒരുപക്ഷെ കമലയിടത്തി ആയിരിക്കോ പറഞ്ഞത്. ഗൗരിക്ക് ആ പാടെ സങ്കടം വന്നു. കമലയിടത്ത് തന്നെ ചതിച്ചെന്ന് ഗൗരിക്ക് മനസ്സിലായി. പിന്നീട് ശേഖർ പറഞ്ഞു, അതെ, എന്റെ കുട്ടിശങ്കരന്റെ ഒരു ഭാഗ്യവേ. എന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അത്ര നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെണ്ണിനെയല്ലേ ഭാര്യയായിട്ട് കിട്ടിയേക്കുന്നേ, ഗൗരിയെ പോലെ. ശങ്കറിന്റെ വേണ്ട ഏട്ടാ, കൂടുതൽ എന്നെ ചൊറിയാൻ വരണ്ട. എനിക്ക് മനസ്സിലായി ശേഖരേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന്. പിന്നെ ഞാനും ഗൗരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടും തീർത്തോളാം. അതിനകത്ത് നിങ്ങൾ ഇടപെടാൻ വരണ്ടെന്ന് പറയണം. ഗൗരി എന്നെ ശങ്കരങ്ങ് എഴുന്നേക്കാൻ നോക്കുമ്പോഴത്തേനും തങ്കച്ചു, നീ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് വേണ്ട, മതിയെന്ന് പറഞ്ഞ് ശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. തങ്കച്ചി ഗൗരിയെ കുറ്റപ്പെടുത്തുവാണ്. അവൻ ഇച്ചിരി ആഹാരം കഴിക്കാൻ വന്നായിരുന്നു, അതുപോലെ അവനെ കൊണ്ട് മനസമാധാനത്തെ കഴിപ്പിക്കലെന്ന് പറയണം. ഗൗരിക്ക് തിരിച്ചു പറയണമെന്നുണ്ടായിരുന്നു. ഗൗരി പക്ഷെ ഒന്നും മിണ്ടിയില്ല, അകത്തേക്ക് കയറി പോവാ. പിന്നീട് ഗൗരി ചെല്ലുമ്പോഴത്തേനും ശങ്കർ ഇങ്ങനെ അനങ്ങാതെ കട്ടിലേക്ക് കയറി ഇരിക്കുകയാണ്, ആരോടും മിണ്ടാതെ. ഗൗരി ഫുഡൊക്കെ ആയിട്ട് അകത്തേക്ക് വരുന്നത്. ഈ ഫുഡ് കണ്ട ശങ്കറോട് എനിക്ക് വേണ്ടാന്ന് പറയണം. അതെങ്ങനെയാ ശങ്കു? ശരിയാണ്, ഈ ഫുഡ് കഴിക്കുക. ദേ, ആരോടെങ്കിലും ഉള്ള ദേഷ്യം ഈ ഫുഡിനോട് വാശി കാണിക്കണ്ടെന്ന് പറയണം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ ശരിയാവും? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. അപ്പൊ നമ്മൾ ഈ ഫുഡിനെ നിന്ദിക്കരുത്, ആഹാരത്തിനോട് ദേഷ്യം കാണിക്കരുത്, ഇത് കഴിക്കാൻ പറയണം. ശങ്കർ ഒറ്റക്കാലം നിൽക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ശങ്കർ പറഞ്ഞു, ശരി ഞാൻ കഴിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ഗൗരി ഒരു ഇങ്ങനെ വാരി ശങ്കറിന്റെ നേരെ കൊണ്ടേലും വേണം. അതെ, ഇത് കഴിക്കണമെങ്കിൽ നീ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം. ഇനി ആ ധ്രുവനെ കുറിച്ച് നീ ഒന്നും പറയില്ലാന്ന്. ശരി, ഞാൻ ഒന്നും പറയില്ല. ഇനി ധ്രുവനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടത്തില്ല, കഴിക്കാൻ പറയണം. അങ്ങനെ ഗൗരി വാരി കൊടുക്കുമ്പോൾ ശങ്കർ കഴിക്കുവാണ് സന്തോഷത്തോട് കൂടിയിട്ട്. പിന്നീട് ശങ്കർ പറഞ്ഞു, അല്ല, ഞാൻ കഴിക്കാതിരുന്നിട്ടാണ് നീയും കഴിക്കില്ലെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടെന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വന്നേ, എന്റെ കിടാവ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുവാണ്, ശങ്കർ എന്ത് ചെയ്യുവാണ്, കുറച്ച് വാരി ഗൗരിക്കും കൊടുക്കുകയാണ്. അങ്ങനെ പരസ്പരം അവർ ഊട്ടിയിരിക്കുക. ശങ്കർ പറഞ്ഞു, അല്ല, ഇതിനായിരിക്കും ആൾക്കാർ പറയുന്നില്ലേ, ഒരു പായലുണ്ട് ഒരു പാത്രത്തിൽ കഴിക്കാമെന്നില്ലേ, പണ്ടത്തെ കാരണന്മാർ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗൗരിയും ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രാത്രിയിൽ അവര് ഉറങ്ങാൻ കിടക്കുമായിരുന്നു. രാത്രി ഉറങ്ങി കുറച്ച് 4 മണിയൊക്കെ ആയപ്പോഴത്തേനും അലാറം അങ്ങോട്ട് ബെല്ലടിച്ചു. അലാറം ബെല്ലടിച്ചും പെട്ടെന്ന് ശങ്കർ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ശങ്കു ഇപ്പം ഗൗരി, ഇതെന്താ ശങ്കു എഴുന്നേറ്റ് പോകുന്നത്? അവളെ കിടക്കാൻ പറഞ്ഞ് പിടിക്കുകയാണ്. ദേ, എനിക്ക് പോകണമെന്ന് പറയാം. ദേ ശങ്കു, കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്നും ഈ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇത് എങ്ങോട്ടാ പോണേ? ദേ, ഞാൻ 4 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ എനിക്ക് സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവുന്ന പറയാം. എന്ത് അവതാളത്തിലാവുന്ന? അവിടെ കിടന്നേ എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഇപ്പോഴൊരിടത്തേക്കും പോകണ്ടെന്ന് പറയാം. അത് ഗൗരി, എന്നെ വീട് എനിക്ക് പോകണമെന്ന് പറയാം. പക്ഷെ ഗൗരി വിടാൻ കൂട്ടാക്കില്ല. ഇവൾക്കൊട്ടൊരു പണി കൊടുത്താലോ? പെട്ടെന്ന് ശങ്കർ പറഞ്ഞു, അതേ, എനിക്കൊരു കാര്യമുണ്ട്, പോയിട്ട് ഒരിക്കലും പെണ്ണിനെ കാണാൻ പോണെന്ന് പറയാം. പെണ്ണിനെ കാണാൻ വെറുതെ ശങ്കു കള്ളത്തരം പറയില്ലേ? പിന്നെ ഞാൻ എന്താ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല നിൽക്കും. എന്റെ പൊന്നി ശങ്കു, എന്നോട് വെറുതെ കള്ളത്തരം ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഗൗരി അങ്ങോട്ട് കിടക്കണം. ഇപ്പോൾ താൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലോ, ഒന്നൊരു ഡോസ് കൂട്ടിയാലോ? ഇതൊക്കെ പറയും, എല്ലാ ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെ. ഭർത്താക്കന്മാരെ ഭയങ്കര വിശ്വാസമായിരിക്കും, പക്ഷെ അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് അവരുടെ മേലും ഒരു കണ്ണു വേണമെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇനി ഞാൻ പോന്നേ ഒരു പെണ്ണിനെ കാണാൻ പോവാ. രാവിലെ ക്ഷേത്രത്തില്, ശിവന്റെ അമ്പലമില്ലേ, അവിടെ രാവിലെ ചെന്ന് കഴിയുമ്പോൾ നല്ല സെറ്റ് സാരി കൊടുത്തിട്ട് പെൺകൊച്ചു വരും. നല്ല സുന്ദരിയാ കാണാനെന്ന് പറയും. പിന്നെ വെറുതെ കള്ളത്തരം പറയില്ല, സത്യ പറയുന്നേ. നല്ല മാൻമേഴി കണ്ണോടുകൂടി അവള് എന്നെ ഭംഗിയാന്നറിയോ? അപ്പൊ എന്നെ കാണാൻ ഭംഗിയില്ലേ? നിന്നെ കാണാൻ ഭംഗിയില്ലെന്നല്ല, പക്ഷെ അങ്ങനെയൊന്നുമല്ല, നിന്നെക്കാളും ഭയങ്കര സുന്ദരിയാന്ന് പറയും. ഗൗരിക്ക് ഒരു കുശുമ്പ് ഫീൽ ചെയ്തു. എന്നിട്ടോ, ഓഹോ, അപ്പൊ അതാണല്ലേ ശങ്കു രാവിലെ പോകുന്നതിന്റെ അർത്ഥം. വെറുതെ എന്നോട് പറയുന്നതെന്ന് എനിക്കറിയാം. പിന്നെ നീ ഇതിങ്ങനെ വിശ്വസിക്കുള്ളൂ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഗൗരി. എന്നാ ശരി, ആയിക്കോട്ടെന്ന് ഗൗരി പറഞ്ഞിട്ട്, അല്ല ഗൗരി, നിനക്കറിയാവോ, നമ്മുടെ മറ്റേ കൗൺസിലർ സോമനാഥ് സാറിന്റെ മോളുണ്ട്, എന്ത് സുന്ദരിയാന്നറിയോ? ഒരു ദിവസം ഞാനും അവളും കൂടെ
തൃശ്ശൂര് വെച്ചൊന്ന് കോർത്താ. പിന്നെ അവൾക്ക് എന്നോട് ഭയങ്കര പ്രേമമായി. എന്നിട്ടോ പ്രേമം മൂത്ത് പിന്നെ അവൾ എന്താ ചെയ്തെന്നറിയോ? ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നില്ലേ, എനിക്ക് ഈ കള്ളക്കഥകളൊന്നും കേൾക്കേണ്ടതാണ്. സത്യ ഗൗരി, അവൾ എന്താ ചെയ്തേ? അവളവളുടെ കൈഞ്ഞരമ്പ് അങ്ങോട്ട് മുറിച്ചു. എന്നിട്ടോ എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കും. അവൾ ശങ്കർ എന്താ ചെയ്തേ? ഞാനിപ്പോ എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ അവളെ മൈൻഡ് ചെയ്യാന്നൊക്കെ ഓർത്തിരുന്നപ്പത്തിന് ആ വിമല കോളേജിൽ നല്ല അടിപൊളി ഒരു പെങ്കൊച്ച്. ഞാൻ അന്ന് ഒരു പ്രാവശ്യം കോളേജിൽ പോയപ്പോൾ കണ്ടതാ. അവൾക്ക് എന്നോട് ഭയങ്കര പ്രേമം. ഇങ്ങനെ ശങ്കർ ഓരോ കഥകൾ ഉണ്ടാക്കി പറയാം. അവസാനം ഗൗരി പറഞ്ഞു, എനിക്ക് മനസ്സിലായി ശങ്കർ എന്നോട് കള്ളത്തരം എന്ന്. വെറുതെ എന്തിനാ എന്നോട് കള്ളത്തരം പറയുന്നത്? എന്നോട് കള്ളത്തരം പറയേണ്ടെന്ന് പറയാം. നീ വിശ്വസിക്കണ്ട. ഒരു ദിവസം കണ്ടോ നല്ല സുന്ദരി ഒരു പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വരും. അന്നോ നീ വിശ്വസിച്ചാൽ മതി എന്ന് പറയണം. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരവ് വെച്ചേക്കെന്ന് പറയണം. പിന്നീട് ശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ വേണിയും ആദർശം കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരിക. അപ്പൊ നന്ദിനിയമ്മ ചോദിച്ചു, അല്ല നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദർശം ശരി. അപ്പൊ പ്രൊഫസർ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ താമസം വരുമെന്ന് പറയാം. ഇപ്പൊ അച്ഛൻ പറയുന്ന ആ ഓയിൽമെന്റ് അതെന്താണെങ്കിലും എടുത്തിട്ടുണ്ട് അച്ഛാ. അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കാൻ വേണി പറയണം. വേണിക്ക് അറിയത്തില്ല കൂടുതലൊന്നും. അല്ല കയ്യിൽ എന്താ ചോദിച്ചെന്ന് ആരതി ചോദിക്കുവാണ്. അല്ല അത് പിന്നെ ഈ ഫോണും കൊണ്ട് എന്തിനാ പോകുന്നേ? അത് ഇന്നലെ ആദർശേട്ടൻ ഗിഫ്റ്റ് തന്നല്ലേ, ഈ ഫോണും കൊണ്ടാണോ ഹോസ്പിറ്റലിൽ പോണെന്ന് ചോദിക്കും. അത് കവർ പോലും മാറ്റാതെ. അല്ല അത് പിന്നെ അതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണിന്ന് നന്ദിനിയമ്മ ചോദിക്കണം. അത് എന്തോ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ തിരിച്ചു കൊടുക്കാൻ പോകുന്നതായിരിക്കും അല്ലേ? അല്ല ഇതിന് ബില്ലൊക്കെ വേണ്ടേന്ന് പ്രൊഫസർ ചോദിക്കണം. ബില്ലില്ലാതെ അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ അവരിത് വാങ്ങുമെന്ന് ചോദിക്കാം. ആദർശ് പറഞ്ഞു ബില്ലൊന്നും വേണ്ട. പെട്ടെന്ന് വേണി പറഞ്ഞു, ആദർശന്റെ ഒരു കൂട്ടുകാരനാ, അതുകൊണ്ട് ബില്ലിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഫോണ് തിരികെ കൊണ്ട് തരുമെന്നും പറഞ്ഞാൽ വന്നേ. അതുകൊണ്ട് ഇത് തിരികെ കൊണ്ട് കൊടുത്താൽ മാത്രം മതി. അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയാം. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങളെ? അല്ല ഈ ഫോണേ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയാം. അത് ഒരു കാര്യം ചെയ്യും, ആദർശൻ ഈ ഫോൺ കൊണ്ട് കൊടുത്തിട്ടേ എന്നെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ഞാനും വരാം. എന്നിട്ട് എനിക്കൂടെ നല്ലൊരു ഫോൺ മേടിച്ചു തരാൻ പറയാം. മുത്തശ്ശൊറിഞ്ഞ് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ഫോൺ നീ അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ നന്ദിനിയമ്മയും പ്രൊഫസറും ചിരിക്കുകയാണ്. അല്ല ആദർശേട്ടാ അന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. ശരി അന്ന് അങ്ങോട്ട് ഇറങ്ങി. അപ്പം ആര് ചോദിച്ചാൽ കട എവിടെയാ ആദർശേട്ടാ, എന്നെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിക്കുകയാണ്. അതിപ്പോ കട പറഞ്ഞാൽ നിനക്കറിയാവോ എന്ന് പറയണം. ശരി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. രഞ്ജുവിന്റെ അടുത്തേക്കാ പോകുന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലോ. പിന്നീട് കാണിക്കുന്ന ഗൗരി അങ്ങോട്ട് പോകുമ്പോഴത്തേനും കമല അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. അപ്പം കമല ചെന്ന ഗൗരി ഞാൻ മൈൻഡ് ചെയ്യാതെ പോകുന്നേക്ക്. ഒന്നുമില്ല. അല്ല ഗൗരി വിശ്വസിക്കുന്നുണ്ടോ ധ്രുവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം കമലയുടെ തന്നെയാണ് അത് പറഞ്ഞത്. കമലടുത്ത് എന്നെ ചതിക്കണ്ടായിരുന്നു പറയാ. ഗൗരി ഇത് കേട്ടപ്പോൾ ഗൗരി എന്ന് ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ കമലടുത്തി, എനിക്ക് മനസ്സിലായി ഇതെല്ലാം അമ്മയുടെ കളികളാണ്. അമ്മയാണ് നമ്മളെ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞ. ഗൗരിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാരണം മതി രണ്ടുപേരും കൂടെ പറഞ്ഞ അലമ്പുണ്ടാക്കാനായിട്ട്. ഗൗരി പറഞ്ഞു, നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനുള്ള അമ്മയുടെ പ്ലാൻ ആണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറയാം. അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാലോ നമ്മുടെ അമ്മയുടെ സ്വഭാവം. പക്ഷെ അമ്മയ്ക്ക് അതുകൊണ്ട് എന്താ ഗുണം കിട്ടുന്ന ചോദിക്കുകയാണ്. അമ്മയുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ കാര്യത്തിൽ നമ്മൾ ആരും ഇടപെടാൻ പോയില്ലല്ലോ. അമ്മയുടെ കാര്യത്തില നിന്റെ കാര്യത്തില് ഞാൻ ഇടപെടാൻ വരില്ലല്ലോ. അത് അമ്മയ്ക്ക് വേണ്ടേന്ന് പറയാം. മനസ്സിലായെന്ന് പറയണം. അല്ല ഗൗരി, നീ ശങ്കറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ആ ധ്രുവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ട് തന്നെ പേടിയാവെന്ന് പറയാണ്. അമ്മയും അച്ഛനും കൂടെ ഈ പേര് പറഞ്ഞ് ഇനിയിപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്താനാ ഭാവം എന്നാ തോന്നുന്നത്. ഇത് കേട്ടാൻ ഗൗരി പറഞ്ഞു, ആ ഒരു ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ധ്രുവന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയണം. അതെന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗൗരി പറയാൻ തുടങ്ങിയത് തങ്കച്ചി അങ്ങോട്ട് വന്ന് ഒരുമിച്ചായിരുന്നു. ഗൗരി പറയാൻ വന്നങ്ങോട്ട് വിഴുങ്ങി. തങ്കച്ചി വന്നിട്ട് ഇങ്ങനെ ഒരു കള്ള ചിരിയോടുകൂടി രണ്ടുപേരെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.